ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. അതെ, ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇത് എന്ന് എനിക്കറിയാം. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പഠിച്ച് ഉയരാൻ പോവുകയാണ്. സോ നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റോടെയാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. സോ നമുക്ക് നേരെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു സെറാമാക്സ് ട്രേഡിംഗ് അക്കാഡമി. സോ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രദ്ധിക്കുക. പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം ഓരോ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആദ്യം തുടങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലേ അവസാനം പറയുന്ന എൻട്രി കൺസെപ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലാവുകയും അത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ശ്രദ്ധയോടെ തന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് നോക്കാം. ഫോറക്സ് ട്രേഡിംഗ് ഇൻവോൾവ്സ് ട്രേഡിംഗ് ബിറ്റ്വീൻ ടു കൺട്രീസ്. ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരാം. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് രണ്ട് കറൻസിയുടെ മൂല്യത്തെ ഉള്ള വിനിമയത്തെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കൃത്യമായി അർത്ഥം വെക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലാവും. സിമ്പിളായി ഒരു എക്സാമ്പിൾ സഹിതം ഒരു കഥ പോലെ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാണ്. ഒരു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ ചാർട്ട് ഓപ്പൺ ചെയ്തത്, ചാർട്ട് കാണിത്തരാനല്ല. ഓക്കെ, എൻ്റെ കയ്യിൽ ₹1,00,000 ഉണ്ട്. ₹1,00,000 എനിക്ക് $1,204 എനിക്ക് ലഭിക്കും കരുതുക, ഒരു കണക്കാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ₹1,00,000 ഉണ്ട്. ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപ. ഈ 1,00,000 രൂപക്ക് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫോറക്സ് എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് പോയി. ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് എനിക്ക് പോയപ്പോൾ മനസ്സിലായി ഡോളറിന് അന്നേ ദിവസം റേറ്റ് 83 രൂപയാണെന്ന് മനസ്സിലായി. ഓക്കെ, 80 രൂപയാണ് $1 എന്ന് എനിക്ക് മനസ്സിലായി. ₹1,00,000 എനിക്ക് അവർ തന്നത് $1,204 എൻ്റെ കയ്യിലേക്ക് അവർ തന്നു. മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ കയ്യിൽ ₹1,00,000 ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് പോയി. അപ്പൊ ഞാൻ അന്നത്തെ റേറ്റ് നോക്കുമ്പോൾ 83 രൂപയാണ് $1. അതുകൊണ്ട് ഞാൻ $1,204 ഞാൻ വാങ്ങി. മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് വന്ന് $1,204 അവിടെ വെച്ചു. ഒരു 2 മാസങ്ങൾക്ക് ശേഷം, 2 മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ $1,204 ഉണ്ടല്ലോ, ഞാൻ അത് കൊണ്ടുപോയി വിറ്റാലോ എന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് പോകാൻ. വീണ്ടും ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് 84 രൂപയാണ് എനിക്ക് എന്തുള്ളത്, അന്നത്തെ ഡോളറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ $1,204 ഞാൻ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വാങ്ങിയപ്പോൾ 83 രൂപയാണ്, ഇപ്പോൾ ഡോളറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 84 രൂപയാണ് എന്ന് മനസ്സിലായി. അതായത് അവിടെ 1 രൂപ എന്ത് ചെയ്തു, 1 രൂപ ഡോളറിന്റെ പ്രൈസ് കൂടി എന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് 84 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡോളറിന്റെ പ്രൈസ് ഞാൻ വിറ്റു. 1,00,000 രൂപക്ക് ഞാൻ വാങ്ങിയ ഡോളർ എനിക്ക് കിട്ടിയത് നിയർലി 1,01,136 രൂപയാണ്. എനിക്ക് എന്ത് കിട്ടിയത്? എനിക്ക് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അതെങ്ങനെ? ഞാൻ 1,00,000 രൂപക്കല്ലേ ഞാൻ വാങ്ങിയത്, എങ്ങനെ എൻ്റെ കയ്യിലേക്ക് 1,01,136 രൂപ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്? അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്.
എപ്പോഴും പ്രൈസ് സ്റ്റേബിൾ അല്ല. പ്രൈസിന്റെ അതായത് കറൻസിയുടെ പ്രൈസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അന്ന് എനിക്ക് 1,00,000-ന് 83 രൂപക്ക് ഡോളർ കിട്ടി. 1,00,000 രൂപക്ക് 83 രൂപക്ക് എനിക്ക് $1 കിട്ടി. ഞാൻ വിറ്റ സമയത്ത് അതിന്റെ വില കൂടി 84 രൂപയായി. അവിടെ ഓരോ ഡോളറിന്റെയും എനിക്ക് ഓരോ രൂപ വെച്ച് കിട്ടി. അങ്ങനെ ആയപ്പോൾ എനിക്ക് 1,136 രൂപ എനിക്ക് എൻ്റെ ലാഭമായി. ഇങ്ങനെ ഇനി ഞാൻ 1,00,000-ന് പകരം 10 ലക്ഷം എടുക്കുകയാണെങ്കിലോ എനിക്ക് 1,136 ഉള്ളത് എത്ര? 11,360 എന്നാകും. അങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളെ ലാഭം കൂടാനും ലാഭത്തിന് അതേമാതിരി നഷ്ടവും ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. പോകെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ലാഭം കൂടാനും ലാഭം കുറയാനും കാരണമാകും. ഇതാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആൻഡ് ഇത് ഫിസിക്കലിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് ഡിജിറ്റലി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡിജിറ്റലി ദിസ് പ്രോസസ് ഹാപ്പൻ വയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വിച്ച് ഈസ് കാൾഡ് ഫോറക്സ് ട്രേഡിംഗ്. ഞാൻ പറഞ്ഞു തരാം. ഡിജിറ്റലി നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലോട്ടേക്ക് പോയില്ല. ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിലോട്ടേക്ക് പോകാതെ ഞാൻ ഫോണിൽ ഇരുന്നു കൊണ്ട് 1,00,000 രൂപ ഞാൻ വിട്ടുകൊടുക്കുകയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയും അവിടെ 83 കറൻസി റേറ്റ് എന്ന് എനിക്ക് കാണുകയും ഇത് എല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥ മുഴുവൻ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലാണെങ്കിലോ അതിനെയാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ടേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ഈ ഫോറക്സ് ട്രേഡിംഗിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിന്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു തരാം. ഫോറക്സ് മാർക്കറ്റിന്റെ പാർട്ടിസിപ്പൻസ് ആണ് സെൻട്രൽ ബാങ്ക്സ്, മേജർ ബാങ്ക്സ്, അതേപോലെ ഹെഡ്ജ് ഫണ്ട്സ് എന്താണെന്ന് അറിയാത്തവരോട് ഞാൻ പറഞ്ഞാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് അതേപോലെയുള്ള വലിയ വലിയ ഫണ്ട് ശേഖരണമുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവസാനമാണ് നമ്മളുടെ റീറ്റെയിൽ ട്രേഡേഴ്സ്. ആരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്? നമ്മളാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. പുറത്തുള്ള ട്രേഡേഴ്സിനെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് വൃത്തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. സെൻട്രൽ ബാങ്ക്സ്, മേജർ ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്സ്, മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് ചെറിയ വോളിയത്തിൽ റീറ്റെയിൽ ട്രേഡേഴ്സും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഫോറക്സ് മാർക്കറ്റിന്റെ ഈ ഒരു സ്ലൈഡിലൂടെ ഫോറക്സ് മാർക്കറ്റിന്റെ വലുപ്പമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് ഈ വലുപ്പം കൊണ്ട് ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗ് 24/5. അതായത് എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. അതായത് അവിടെ കുറെ നിയമങ്ങളും അതിനെ സെൻട്രലൈസ് ചെയ്യാൻ ഒരു ബോർഡ് മെമ്പേഴ്സിനുണ്ട്. എന്താണ് ആ ബോർഡിന്റെ പേര്? അതെ, സെബിയാണ് ആ ബോർഡിന്റെ പേര്. സെബിയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സെൻട്രലൈസ് ചെയ്യുന്നത്. എന്നാൽ ഫോറക്സ് മാർക്കറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ആരും സെൻട്രലൈസ് ചെയ്യുന്നില്ല. ഇവിടെ ഉള്ള പൈസനെ ആരും സെൻട്രലൈസ് ചെയ്യുന്നില്ല. അതേപോലെ ഇത് ഗ്ലോബലി വൈഡായി കിടക്കുന്ന ഒരു മാർക്കറ്റാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. അത്രയും ഹ്യൂജ് മാർക്കറ്റാണ് ഇത് എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ആണ്, നോട്ട് എ നാഷണൽ മാർക്കറ്റ്. ആൻഡ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. അതേപോലെയാണ് ഇത് 24/5 ഡേയ്സിലും ഇത് വർക്കാകും. അതായത് 24 ഹവേഴ്സും അതേപോലെ മൺഡേ മുതൽ ഫ്രൈഡേ വരെയാണ് എന്തുണ്ടാവുക? ഫോറക്സ് മാർക്കറ്റ് ഉണ്ടാവുക. സാറ്റർഡേയും സൺഡേയും ഹോളിഡേ ആണ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഗ്ലോബൽ മാർക്കറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഡോളർ എന്ന് നോക്കൂ, 7.5 ട്രില്യൺ ഡോളർ ആണ് ഡെയിലി ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത്.
ഒന്ന് ആ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു വലിപ്പം മനസ്സിലാവാൻ വേണ്ടി നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ $600 ബില്യൺ മാത്രം ഉണ്ടാവുമ്പോൾ, ഒരു ദിവസം $600 ബില്യൺ ഉണ്ടാവുമ്പോൾ, ഇവിടെ അതിന്റെ 10 ഇരട്ടിക്ക് മേലെ $7.5 ട്രില്യൺ ആണ് ഒരു ദിവസം ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അത്രയും വലിയൊരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഷോർട്ട് ഫോംസ് ആണ്. അതെ, ഇനി നമ്മൾ എപ്പോഴും കനേഡിയൻ ഡോളർ വേഴ്സസ് US ഡോളർ, അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി നമ്മൾ USD CAD അതേപോലെയുള്ള ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ഇന്ത്യൻ റുപ്പീസിന്റെ ഷോർട്ട് ഫോം ആണ് INR എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യൻ റുപ്പീസിന്റെ ഷോർട്ട് ഫോം ആണ് INR എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ നാഷൻസിനും ഓരോ ഷോർട്ട് ഫോംസ് ഉണ്ട്. കനേഡിയൻ ഡോളറിന് CAD, US ഡോളറിന് USD, ജാപ്പനീസ് യെന്നിന് JPY, യൂറോക്ക് EUR, പൗണ്ട് സ്റ്റേർലിംഗ് GBP, ഓസ്ട്രേലിയൻ ഡോളറിന് AUD, സ്വിസ് ഫ്രാങ്ക്സിന് അതേപോലെ CHF. ഇങ്ങനെ ഓരോ നാഷൻസിനും അതിനുള്ള ഷോർട്ട് ഫോംസ് ഉണ്ട്. ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ താനെ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയി തുടങ്ങും. ഒന്നും കൂടെ പറഞ്ഞുതരാം. കനേഡിയൻ ഡോളറിന് CAD, US ഡോളറിന് USD, ജാപ്പനീസ് യെന്നിന് JPY, യൂറോ എന്നും, പൗണ്ട് സ്റ്റേർലിംഗിന് GBP എന്നും, ഓസ്ട്രേലിയൻ ഡോളറിന് AUD എന്നും, അതേപോലെ സ്വിസ് ഫ്രാൻസിന് CHF എന്നും നിങ്ങൾക്ക് ആ ഒരു പ്രൊനൗൺസിയേഷൻ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോകാം. ഇനി നമ്മൾ എന്താണ് കറൻസി പെയർസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു പെയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ തന്നെ കാട്ടിത്തരാം. ഇവിടെ ചെക്ക് ലിസ്റ്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വാച്ച് ലിസ്റ്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ കണ്ടോ, യൂറോ AUD, അതേപോലെ യൂറോ USD, AUD USD, അതേപോലെ യൂറോ USD, AUD CAD. ഇങ്ങനെ രണ്ട് രാജ്യത്തിന്റെ കറൻസിനെ കമ്പയർ ചെയ്തിട്ടാണ് എന്തുള്ളത് രണ്ട് രാജ്യങ്ങളുടെ കറൻസിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിനെ രണ്ട് രാജ്യങ്ങളുടെ കമ്പയർ ചെയ്യുന്നതിനാണ് ഒരു കറൻസി പെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ യൂറോനെയും USDനെയും കമ്പയർ ചെയ്തിട്ടാണ് എന്ത് പെയർ വന്നത്? കറൻസി പെയർ യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ എന്ന് പറയുന്നത് വന്നിട്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കറൻസി പെയറിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് ആദ്യം യൂറോ, എന്താണ് USD രണ്ടാമത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. കറൻസി പെയറിനെ നമുക്ക് ഡെപ്ത് ആയി തന്നെ പഠിക്കാം. എന്താണ് യൂറോ USD? എന്തുകൊണ്ട് ആദ്യം യൂറോ, എന്തുകൊണ്ട് രണ്ടാമത് USD? യൂറോ എന്ന് പറയുന്നത് ബേസ് കറൻസിയാണ്. അതെ, ആദ്യം വരുന്ന കറൻസി ബേസ് കറൻസിയാണ്. രണ്ടാമത് വരുന്ന കറൻസിയാണ് നമ്മൾ കോഡ് കറൻസി എന്ന് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്യേണ്ടത് ഉറപ്പുവരുത്തുക. ആദ്യം വരുന്ന കറൻസിനെ ബേസ് കറൻസി എന്നും രണ്ടാമത് വരുന്ന കറൻസിനെ കോഡ് കറൻസി എന്നുമാണ് പറയുന്നത്. ബേസ് കറൻസി കോഡ് കറൻസിയും കൂടിയതാണ് ഒരു കറൻസി പെയർ എന്ന് പറയുന്നത്. ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യം വരുന്നത് ബേസ് കറൻസി, രണ്ടാമത് വരുന്നത് കോഡ് കറൻസി. എന്താണ് ബേസ് കറൻസിയും എന്താണ് കോഡ് കറൻസിയും അർത്ഥമാക്കുന്നത് നമ്മൾക്ക് നോക്കിയാലോ? ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തരാം. സിമ്പിളായി പറയുകയാണെങ്കിൽ, എത്ര കോഡ് കറൻസി കൊടുത്താലാണ് എനിക്ക് ഒരു ബേസ് കറൻസി വാങ്ങാൻ സാധിക്കുക? അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം, മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. യൂറോ USD ആണല്ലോ. അങ്ങനെയാണെങ്കിൽ യൂറോ USDയുടെ വില എന്ന് പറയുന്നത് 1.03 ആണെന്ന് നിങ്ങൾ കരുതുക. ഇനി എങ്ങനെ 1.03 കിട്ടി സാർ? ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ട്രേഡിംഗ് വേണ്ടി ചാർട്ട് എടുത്തു നോക്കാം.
ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടിൽ ഞാൻ യൂറോ യു എസ് ഡി എടുക്കുകയാണ്. യൂറോ യു എസ് ഡിയിലെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ പ്രൈസ് കണ്ടോ നിങ്ങൾ? 1.14052 കണ്ടോ? 1.14 കണ്ടോ? ഇവിടെ 0.52 ഇവിടെ കണ്ടോ? ഇപ്പോൾ 1.14051. ഇത് മാർക്കറ്റിലെ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് എന്ത് പറയുന്നത്, യൂറോ യു എസ് ഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളെ PPT-യിലേക്ക് പോവാം. യൂറോ യു എസ് ഡിയുടെ വില 1.03 ആണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് 1.03 USD കൊടുത്താലാണ് ഒരു യൂറോ വാങ്ങാൻ സാധിക്കുക. മനസ്സിലായോ? ഒന്നുപാടെ ഞാൻ ഡെഫിനിഷൻ പറയാണ്. എത്ര കോഡ് കറൻസി കൊടുത്താലാണ് എനിക്ക് ഒരു ബേസ് കറൻസി വാങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ 1.03 കോഡ് കറൻസി കൊടുത്താലാണ് എനിക്ക് ഒരു യൂറോ വാങ്ങാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ബേസ് കറൻസി എന്നും എന്താണ് കോഡ് കറൻസി എന്നും? എത്ര കോഡ് കറൻസി കൊടുത്താലാണ് എനിക്ക് ഒരു ബേസ് കറൻസി വാങ്ങാൻ സാധിക്കുക? ഇതാണ് സിമ്പിളായി ഇത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പ്രയോറിറ്റി ലിസ്റ്റ് ഓഫ് മേജർ കറൻസീസ്. ഇനിയാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് യൂറോ ആദ്യം വന്നു? എന്തുകൊണ്ട് USD രണ്ടാമത് വന്നു? സിമ്പിളായി നമുക്ക് ആദ്യം പ്രയോറിറ്റി ലിസ്റ്റ് നോക്കാം. ആദ്യം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, യൂറോന്റെ ഷോർട്ട് ഫോം എന്താ? യൂറോ ആണ്. ഓരോ ഷോർട്ട് ഫോമും നിങ്ങൾക്ക് റിലേറ്റ് ആയി വരുന്നുണ്ടോ? സ്വിസ് ഫ്രാൻസിന്റെ CHF കണ്ടോ? ഞാൻ നേരത്തെ സ്ലൈഡ്സിന്റെ ഷോർട്ട് ഫോം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പൗണ്ട് സ്റ്റെർലിംഗിന്റെ GBP, ഓസ്ട്രേലിയൻ ഡോളറിന്റെ AUD, US ഡോളറിന്റെ USD, കനഡിയൻ ഡോളറിന്റെ CAD, സ്വിസ് ഫ്രാൻസിന്റെ CHF, ജാപ്പനീസ് യെന്നിന്റെ JPY. ഇനി ഞാനൊരു കാര്യം പറയണേ, US ഡോളറിന്റെ അതായത് USDന്റെ മുകളിൽ വരുന്ന 3 കറൻസീസ് കണ്ടോ? യൂറോ, GBP, AUD. ഈ 3 കറൻസീസും ബേസ് കറൻസി ആയിട്ടാണ് വരിക. മനസ്സിലായോ? ഞാൻ ടേംസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ടേംസ് പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ബേസ് കറൻസി വരിക ആദ്യമാണ്. അതെ, US ഡോളറിന്റെ മുകളിൽ വരുന്ന ഈ 3 കറൻസീസും ബേസ് കറൻസീസ് ആയിട്ടാണ് വരിക. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, US ഡോളറിന്റെ താഴെ വരുന്ന 3 കറൻസീസും എന്തായിട്ടാ വരിക? കോഡ് കറൻസീസ് ആയിട്ടാണ്. സിമ്പിൾ ആയി തന്നെ. എന്താണ് ഞാൻ പറഞ്ഞു തരാം. മാർക്കറ്റിൽ എപ്പോഴും യൂറോ CAD അല്ലെങ്കിൽ എങ്ങനെ യൂറോ CHF, GBP CAD, അതേപോലെ AUD CHF, ഇങ്ങനെ ബേസ് കറൻസി എപ്പോഴും US ഡോളറിന്റെ മുകളിലുള്ള ഈ ഒരു കറൻസിസേക്കാരം. ഒരിക്കലും CAD GBP, CAD AUD, അങ്ങനെ ഇവിടെ US ഡോളറിന്റെ താഴെയുള്ള ഈ കറൻസീസ് കണ്ടോ? അത് ആദ്യം വരില്ല, അത് ബേസ് കറൻസി ആവില്ല, അത് എപ്പോഴും കോഡ് കറൻസി ആയിട്ടായിരിക്കും വരിക എന്നുള്ളത്. പ്രയോറിറ്റി ലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായോ? സിമ്പിൾ ആണ്. US ഡോളറിന്റെ മുകളിൽ വരുന്ന കറൻസീസ് ബേസ് കറൻസീസ് ആയിക്കാരം, അതേപോലെ US ഡോളറിന്റെ താഴെ വരുന്ന കറൻസീസ് കോഡ് കറൻസീസ് ആയിക്കാരം. ഇത്രയേ ഉള്ളൂ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കറൻസി പെയർസിലേക്കും അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് കറൻസി പെയർസ്. കറൻസി പെയർസ് എത്ര ടൈപ്പാണ് എന്നാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത്. കറൻസി പെയർസ് 3 വിധത്തിലാണുള്ളത്, 3 ടൈപ്പാണുള്ളത്. മേജർ കറൻസി, മൈനർ കറൻസി, എക്സോട്ടിക് കറൻസി. മൈനർ കറൻസിന്റെ മറ്റൊരു പേരാണ് ക്രോസ് കറൻസി. ഏതൊക്കെയാണ് കറൻസി പേരുള്ളത്? മേജർ കറൻസി, മൈനർ കറൻസി അല്ലെങ്കിൽ ക്രോസ് കറൻസി, അല്ലെങ്കിൽ മൂന്നാമത് എക്സോട്ടിക് കറൻസി. ഇങ്ങനെ 3 കറൻസി പെയർസ് ആണ് എന്തുള്ളത്. 3 വിധം കറൻസി പെയർസ് ആണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലുള്ളത്. എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ പേര് വന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. എന്താണ് മേജർ കറൻസി? These are the most traded currency. Okay, അവിടെ നമുക്ക് പോയിന്റ് കിട്ടി. മോസ്റ്റ് ട്രേഡഡ് കറൻസി. ഓക്കെ, most traded currency pairs in the world. They also include the USD as one side of the pair. Sorry. These are the most traded currency pairs in the world. അതെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസീസ് ആണ് മേജർ കറൻസീസ്.
എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആദ്യം നമ്മൾ എക്സാമ്പിൾ സൈഡിലോട്ടേക്ക് നോക്കൂ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു സംശയങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. നോക്കൂ, യൂറോ USD, USD JPY, GBP USD, USD CHF, AUD USD, USD CAD, NSD USD. ഇതിലെല്ലാം കോമൺ ആയി വരുന്ന ഒരു കറൻസി ഉണ്ടല്ലോ. ഏതാണ്? US ഡോളർ. അതെ, US ഡോളറും ഒരു മേജർ കറൻസി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഡെവലപ്പ് ചെയ്ത നാഷന്റെ കറൻസിയാണ് നമ്മൾ മേജർ കറൻസി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഡെവലപ്പ് ചെയ്ത നാഷന്റെ കറൻസിയും അവിടെ US ഡോളറും അവിടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂറോ USD അതിനെയാണ് നമ്മൾ മേജർ കറൻസി എന്ന് പറയുന്നത്. USD വരുന്ന യൂറോ ഡെവലപ്ഡ് നാഷനല്ലേ, USD JPY ജാപ്പനീസ് ഡെവലപ്ഡ് നാഷനല്ലേ, GBP ഡെവലപ്ഡ് ബ്രിട്ടീഷ് പൗണ്ട് ഡെവലപ്ഡ് നാഷനല്ലേ. അതെ, ഡെവലപ്ഡ് നാഷനും ഒപ്പം USDയും കൂടി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മേജർ കറൻസി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഒരു ഡെവലപ്ഡ് നാഷനും ഒരു USD വരികയാണെങ്കിൽ അതാണ് മേജർ കറൻസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രോസ് കറൻസി പെയർ എന്ന് നോക്കാം. ക്രോസ് കറൻസി പെയർ സിമ്പിൾ ആണ്. ക്രോസ് കറൻസി പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡെവലപ്ഡ് നാഷന്റെ കറൻസിയാണ്, പക്ഷേ USD വരികയില്ല. USD വരാത്ത രണ്ട് ഡെവലപ്ഡ് നാഷണൽ കറൻസിയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോസ് കറൻസി പെയർ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ, യൂറോയും GBPയും എന്താണ്? ഡെവലപ്ഡ് നാഷൻ ആണ്. പക്ഷെ അവിടെ USD വന്നു, അപ്പൊ എന്താണ്? ക്രോസ് കറൻസിയാണ്. ക്രോസ് കറൻസി എന്താന്ന് സിമ്പിൾ ആയി തന്നെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനിയാണ് നമ്മൾ എക്സോട്ടിക് കറൻസി എന്ന് പറയുന്നത്. എക്സോട്ടിക് കറൻസി എന്ന് കുറച്ച് പടം ശ്രദ്ധയോടെ കേൾക്കണേ. എക്സോട്ടിക് കറൻസി എന്ന് പറയുന്നത് ഒരു മേജർ കറൻസിയും ഒരു എമർജിങ് കറൻസിയും കൂടി ചേരുന്നതാണ്. ഒന്ന് എക്സാമ്പിൾ സഹിതം ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. USD INR ഇത് മേജർ കറൻസിയോ മൈനർ കറൻസിയോ എക്സോട്ടിക് കറൻസിയോ? ഇനി നിങ്ങൾ പറയും ഏതൊക്കെ വരാ? ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ? USD INR. അങ്ങനെ ആവുമ്പോൾ USD എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷൻ അല്ലേ. അങ്ങനെ INR പറയുന്നത് എന്താണ്? ഡെവലപ്ഡോ ഡെവലപ്പിങ്ങോ? ഡെവലപ്പിംഗ് നാഷൻ ആണ്. അതായത് എമർജിങ് കറൻസിയാണ്. ഡെവലപ്ഡും എമർജിങ് കറൻസി എന്താണ്? എക്സോട്ടിക് കറൻസിയാണ്. അങ്ങനെയാണെങ്കിൽ USD INR എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോട്ടിക് കറൻസിയാണ്. ഇങ്ങനെ വേണം നമ്മൾ നോക്കാന്. ഇനി എക്സോട്ടിക് കറൻസി നമ്മൾ ട്രേഡ് ചെയ്യുമോ? ട്രേഡബിൾ ആണോ? ട്രേഡബിൾ ആണ്, പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യില്ല. കാരണം എന്താന്ന് നമുക്ക് നോക്കാം. അവിടെ ലെസ് ലിക്വിഡിറ്റി കാരണം, അതേപോലെ ഹയർ വോളറ്റൈൽ കാരണം, വൈഡർ സ്പ്രെഡ്സ് കാരണം. എന്തൊക്കെ സാറ് പറയുന്നത്? ലിക്വിഡിറ്റി, വോളറ്റൈലിറ്റി, വൈഡർ സ്പ്രെഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ലെസ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായി എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാം. നമ്മൾ ഒരു സ്ഥലം വാങ്ങാൻ പോവുകയാണ്. ഒരു സ്ഥലത്തില് ഒരു 10 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങി. 10 സെന്റ് സ്ഥലം വാങ്ങിയത് ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമാണ്. 10 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങി വെച്ചത് മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെ 10 സെന്റ് സ്ഥലം വാങ്ങിക്കാണ്ട് കുറെ കാലത്തിന് ശേഷം നമ്മളത് വിൽക്കാൻ നോക്കുകയാണ്. എന്നാൽ വിൽക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആർക്കും ആ സ്ഥലത്തിന് ആവശ്യമില്ല. മനസ്സിലായോ? ആർക്കും ആ സ്ഥലത്തിന് ആവശ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിൽക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ എപ്പോഴും ആ സ്ഥലം കയ്യിൽ വെച്ചോണ്ടിരിക്കും. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ലെസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയ പോയിന്റിൽ നമ്മളെ കൊണ്ട് വാങ്ങാൻ സാധിക്കൂല. അതേപോലെ തന്നെ നമ്മൾ കരുതിയ പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് വിൽക്കാനും സാധിക്കൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതിനാണ് നമ്മൾ ലെസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഹയർ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പ്രൈസ് മൂവ്മെന്റ് കാരണം നമുക്ക് കോൺസ്റ്റന്റ് ആയ പ്രൈസിന്റെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇടക്കുള്ള ആ ഒരു വോളറ്റിലായിട്ടുള്ള പെട്ടെന്നുള്ള പ്രൈസ് മൂവ്മെന്റ് കാരണം ഉണ്ടാവുക. അതേപോലെ വൈഡർ സ്പ്രെഡ്സ് എന്ന് പറയുന്നത്, സ്പ്രെഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. സ്പ്രെഡ്സ് എന്ന് പറഞ്ഞാൽ കമ്മീഷനാണ്, അതായത് ബ്രോക്കറേജ് ആണ് എന്ന് നിങ്ങൾ കരുതുക. ബ്രോക്കർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ. വൈഡർ സ്പ്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് വലിയ രീതിയിൽ ബ്രോക്കർ ക്യാഷ് വാങ്ങും. നമ്മളെ ലാഭത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ബ്രോക്കറിന് കമ്മീഷൻ കൊടുക്കണം പറഞ്ഞാൽ
അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സോട്ടിക് കറൻസി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയി ആലോചിക്കുക. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കറിന്റെ കമ്മീഷൻ ആണ്. ഇത്ര മാത്രം ആലോചിക്കുക. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. USD TRI, എന്താണ് TRY? ടർക്കിഷ് ലിയാർ. അതേപോലെ യൂറോസാർ, അതേപോലെ USD THB, അതേപോലെ GBP HUF, USD MXN, USD INR. ഇങ്ങനെയാണ് എക്സോട്ടിക് കറൻസി എന്ന് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ എന്താണ് കറൻസി പെയർസ് എന്നും ഇത്രയും എടുത്ത ക്ലാസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും വരും. ഓക്കെ.